ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ലൈനിന്റെ സ്ലോപ്പ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ലോപ്പ് എന്ന കോൺസെപ്റ്റ്, വാട്ട് ഈസ് ദി സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഇപ്പോൾ ഒരു ഗ്രാഫ് ഷീറ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഒരു ലൈൻ ഞാൻ വരച്ചിരിക്കുന്നു. ഈ ലൈനിൽ കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എ ബി സി ഡി. ഇതിൻ്റെയൊക്കെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു നോക്കിയാലോ. എയുടെ കോർഡിനേറ്റ് എന്ത് വരും? എക്സ് കോർഡിനേറ്റ് 5, വൈ കോർഡിനേറ്റ് 3. ഇത് എ 5 3. ബി ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് 3, വൈ കോർഡിനേറ്റ് 1 3 1. സി ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് -1 1 -1. ഡി ആണെങ്കിലോ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് -1, വൈ കോർഡിനേറ്റ് -0. അപ്പൊ -1 -3. അപ്പൊ 4 പോയിന്റ്സിന്റെ കോർഡിനേറ്റ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കോളം എടുത്തിട്ടുണ്ട്. ഒരു പോയിന്റിന് ഞാൻ x1 y1, ഒരു പോയിന്റിന് x2 y2. ഈ ലൈനിൽ 2 പോയിന്റ് എടുക്കുകയാണ്. അതിൽ y2 - y1 കാണുന്നു, x2 - x1 കാണുന്നു, അതിന്റെ റേഷ്യോ കാണുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം അത് ഒരു പോയിന്റ് എടുക്കാം. 5 3 എന്ന് പറയുന്ന പോയിന്റ് x1 y1 ആയിട്ട് എടുത്തു. 3 1 എന്ന് പറയുന്ന പോയിന്റ്, ഈ ലൈനിൽ 2 പോയിന്റ് ചൂസ് ചെയ്തു. ഇനി ഇതിൽ y2 - y എന്ന് പറയുമ്പോഴോ y2 എന്ന് പറഞ്ഞാൽ 1 - 3. 1 - 3 എത്രയാ? -2. 3 - 5 അത് -2. അപ്പോൾ y2 - y1 x2 - x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -2നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. വേറെ 2 പോയിന്റ് എടുക്കാം. 3 1 ഉം 1 -1. അപ്പോൾ y2 - y എന്ന് പറഞ്ഞാൽ 3 -1 -1 ദാറ്റ് ഈസ് -2 വരും. അതുപോലെ x2 - x എന്ന് പറഞ്ഞാൽ 1 - 3 അതും -2 വരും. ഡിവൈഡ് ചെയ്യുമ്പോൾ -2/-2 1 വരും. വേറെ 2 പോയിന്റ് എടുത്തിട്ടുണ്ട്. കണ്ടോ, -3 എന്നാൽ 3 കുറച്ചാൽ -6, -1ന് 5 കുറച്ചാൽ അത് -6. അപ്പൊ -6/-6 1. വേറെ 2 പോയിന്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. 1 ന്ന് -3 കുറച്ചാൽ 1 ന്ന് -3 കുറയ്ക്കാന്ന് പറഞ്ഞാൽ +3 ആഡ് ചെയ്യാം. 1 + 3 4. 3 ന്ന് -1 കുറയ്ക്കാന്ന് പറഞ്ഞാൽ 3 + 1 4. ഇപ്പൊ 4/4 1. കണ്ടോ, എല്ലാത്തിലും y2 - y1 /x2 - x1 1 ആ കിട്ടിയത്. ഇനി വേറെ ഒരു ലൈൻ എടുക്കാം. വേറൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിനെ കുറെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് -1 -2, ഈ പോയിന്റ് -2 -4, ഈ പോയിന്റ് 0 0 ഒറിജിൻ ആണ്, ഈ പോയിന്റ് 1 2, ഈ പോയിന്റ് 2 4. അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കാം. അവിടെ 0 0 ഒരു പോയിന്റ് എടുത്തു. 2 4 അത് ഈ ലൈനിലെ 2 പോയിന്റ് ആണ്. അതിൽ y2 - y നോക്കിയാൽ 4 - 0 4, 2 - 0 2. അപ്പോൾ 4/2 2 എന്ന് കിട്ടി. വേറെ 2 പോയിന്റ് എടുക്കാം. -1 -2 0 0 ഈ ലൈനിൽ തന്നെ പോയിന്റ് ആണ്. -1 -2 ഈ പോയിന്റ്, പിന്നെ 0 0 ഈ പോയിന്റ്. അപ്പൊ ഇവിടെയും എടുത്തു നോക്കാം. 0 - -2 2 എന്ന് വരും. 0 - -81 1 എന്ന് വരും. 2/1 2. y ഡിഫറൻസിനെ x ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 കിട്ടി. വേറെ 2 പോയിന്റ് 2 - -4 ഉം 1 2 ഉം. 2 - -4 2 + 4 ദാറ്റ് ഈസ് 6 വരും. 1 - -2 1 + 2 ദാറ്റ് ഈസ് 3 വരും. 6/3 2 വരും. എല്ലാത്തിലും 2 ആ കിട്ടി. വേറെ ഒരു ലൈൻ എടുക്കാം. വേറെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിലെ കുറച്ച് പോയിന്റ് മാർക്ക് ചെയ്തത്. ഈ പോയിന്റ് കോർഡിനേറ്റ് x കോർഡിനേറ്റ് -2, y കോർഡിനേറ്റ് 4 -2 4. ഇത് -1 2, ഇത് 0 0, ഇത് 1 -2, ഇത് 2 -4. പിന്നെ നേരെ x ആക്സിൽ 2, y ആക്സിൽ -4. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എടുക്കാം. -2 4 ഉം 0 0 ഉം. അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ് നമ്മൾ ഡിഫറൻസ് 0 - 4 -4 വരും. 0 - -2 ആകുമ്പോഴോ +2 വരും. അപ്പോൾ -4 2 ഡിവൈഡ് ചെയ്യുമ്പോഴോ -4ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2 വരും. അതുപോലെ -4 ൽ നിന്ന് 2 കുറച്ചാൽ -6, 2 ൽ നിന്ന് -1 കുറച്ചാൽ +3. അപ്പൊ -6/3 -2 അത് -2 തന്നെ വന്നു. അടുത്തല്ലോ -2 ന്ന് 0 കുറച്ചാൽ -2, 1 ന്ന് 0 കുറച്ചാൽ 1 2/1 -2. നോക്കിക്കേ, 3 ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഈ വരയാണ്, അതായത് ഈ യെല്ലോ വര. അതിലെ പോയിന്റ്സ് ഏത് പോയിന്റ്സ് എടുത്താലും y2 - y1 /x2 - x1 1 ആ കിട്ടി. അടുത്തത് പിങ്ക് ലൈൻ വരച്ചിട്ടുണ്ട്. ആ പിങ്ക് ലൈനിലെ ഏത് 2 പോയിന്റ് എടുത്താലും y2 - y1 /x2 - x1 2 എന്നാ കിട്ടി. അടുത്ത ലൈനിൽ ഇതുപോലെ തന്നെ y2 - y1 /x2 - x1 -2 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ ഏത് 2 പോയിന്റ് എടുത്താലും
y2 മൈനസ് വൈയുടെ y ഡിഫറൻസ് ബൈ x ഡിഫറൻസ് ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കോൺസ്റ്റന്റിന്, അതായത് ആ ഒരു ലൈനിന്റെ ഒരു ഐഡന്റിറ്റി ആണ്, ആ ലൈനിൽ ഏത് രണ്ട് പോയിന്റ് എടുത്താലും y2 മൈനസ്, അതായത് ഈ ലൈനിൽ ഏത് രണ്ട് പോയിന്റ് എടുത്താലും y2 മൈനസ് വൈയുടെ എപ്പോഴും y ബൈ x2 മൈനസ് x എപ്പോഴും 1 ആയിരിക്കും. ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതായത് y ഡിഫറൻസ് ബൈ x ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണ്. അതിന് ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുക. ഈ ലൈനിന്റെ സ്ലോപ്പ് y2 മൈനസ് y എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അത് മറ്റൊരു രീതിയിലും പറയാം, എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിന്റെ ടാൻ വില, അങ്ങനെയും പറയാം. ഇനി അടുത്ത ലൈനും അങ്ങനെ തന്നെയാണ് കണ്ടോ. ഇത് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിന്റെ ടാൻ വില, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അതിന്റെ ടാൻ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈനിൽ ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും y2 minus y divided by x2 minus x1 is a constant and this ratio is called the slope of the line. അത് ഇങ്ങോട്ട് ചെയ്തിരിക്കുന്ന ലൈനൊക്കെ പോസിറ്റീവ് ആണ്, ഇങ്ങനെ ചെരിഞ്ഞു വന്നപ്പോൾ എന്തായി, അതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയി. അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവും വരാം പോസിറ്റീവും വരാം. അപ്പൊ എക്സ് ആക്സിന് പാരലാകുമ്പോഴോ, പാരലാകുമ്പോൾ y ഡിഫറൻസ് 0 വരും അല്ലേ, y ഡിഫറൻസ് 0 വരും. കാരണം y കോർഡിനേറ്റ് സെയിം അല്ലേ, y ഡിഫറൻസ് ബൈ x ഡിഫറൻസ് കൊണ്ട് 0 വരും. സ്ലോപ്പ് 0 ആവുന്ന ലൈൻ എക്സ് ആക്സിന് പാരലാണ്. ഇനി എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആണെങ്കിലോ അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റി എന്നാണ് പറയുക. അതായത് y ഡിഫറൻസ് ആണ് 0 വരിക, എക്സ് ഡിഫറൻസ് ആണ് 0 വരിക. y ഡിഫറൻസ് ഒരു നമ്പർ ആയിരിക്കും, എക്സ് ഡിഫറൻസ് 0 വരും. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇൻഫിനിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ലൈനിന്റെ ഒരു ലൈനിൽ ഏത് രണ്ട് പോയിന്റ് എടുത്താലും y2 മൈനസ് y divided by x2 മൈനസ് x1 is a constant and it is called slope of the line. ഓക്കെ, ഇനി നമ്മൾ സ്ലോപ്പിന് നമ്മൾ m എന്ന് സൂചിപ്പിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ y2 മൈനസ് y, ഒരു പോയിന്റ് x1 y അടുത്ത പോയിന്റ് x2 y2. അപ്പോൾ y2 മൈനസ് y ബൈ x2 മൈനസ് x1 എന്ന് പറയുന്നത് സ്ലോപ്പ്. അപ്പോൾ m ഈക്വൽ ടു y2 മൈനസ് y ബൈ x2 മൈനസ് x1 എഴുതാം. അപ്പോൾ y2 മൈനസ് y ഈസ് ഈക്വൽ ടു m ഇൻറ്റു x2 മൈനസ് x1 എഴുതാം. അതായത് ഇത് തന്നെ മറ്റൊരു രീതിയിൽ പറയാം, ഒരു ലൈനിലെ രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ y കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് x കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസിനെ ഒരു സ്ഥിരസംഖ്യ, ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും. എക്സ് ഡിഫറൻസിന്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും y ഡിഫറൻസ് എന്നുള്ളത്. y2 minus y1 is equal to a constant into x2 minus x1. അപ്പോൾ for any two points on a line not parallel to either axis, the change in y coordinate is change in x coordinate multiplied by a fixed number. x coordinate ന്റെ ചേഞ്ചിനെ ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും y കോർഡിനേറ്റിന്റെ ചേഞ്ച്. അതാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ m കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, കാൽക്കുലേറ്റ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിൻ ദി ഫോളോയിങ് പെയർ ഓഫ് പോയിന്റ്സ്. താഴെ തന്നിരിക്കുന്ന ഓരോ ജോഡി പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ 2, 3, 4, 5. അപ്പോൾ ഒരു പോയിന്റിന് x1 y1 അടുത്ത x2 y2 നിർത്തുക. സ്ലോപ്പ് എന്ന് പറയുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. 5 മൈനസ് 3 ബൈ 4 മൈനസ് 2, അതായത് 2 by 2 that is 1 എന്ന് കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് 2, 3 and 4, 5 is 1. വേറെ രണ്ട് പോയിന്റ് 2, 3 and 4, 1. സ്ലോപ്പ് കാണുകയും ഓർ x1 y1 അടുത്ത x2 y2. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു y2 മൈനസ് y1, 1 മൈനസ് 3 ബൈ 4 മൈനസ് 2. അപ്പോൾ 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -2, 4 മൈനസ് 2, 2, -2 by 2 that is -1 ആണ് സ്ലോപ്പ്. അടുത്ത വേറെ ഒരു എക്സാമ്പിൾ 1, 1, -1, 1. അപ്പോൾ x1 y1 x2 y2 സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 അതായത് -1 മൈനസ് 1 ബൈ -1 മൈനസ് 1 അതായത് -2 ബൈ -2 that is +1. m is equal to -1 മൈനസ് 1 divided by -1 മൈനസ് 1. അപ്പോൾ -1 എന്ന് പറഞ്ഞാൽ -2 ബൈ -2 that is 1 എന്ന് കിട്ടും. സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് 1, 1 and -1 is 1. അതുപോലെ ഒരു എക്സാമ്പിൾ കൂടി, സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് 0, 1 and 1, 0. അപ്പോൾ x1 y1 x2 y2 സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0 മൈനസ് 1 ബൈ 1 മൈനസ് 0. 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -1 ബൈ 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1. -1 ബൈ 1 എന്ന് പറഞ്ഞാൽ -1. സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് 0, 1 and
10 ഈസ് -1. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു ലൈനിൽ ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിലെ y2 - y1 x2 - x1 ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് ആണ് ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുക. അപ്പോൾ y ഡിഫറൻസ് എന്ന് പറയുന്നത് x ഡിഫറൻസിനെ ആ സ്ലോപ്പ് അതായത് ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.